നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ ഒറ്റ നിധി ഇപ്പൊ ശിവാനിയെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴെങ്കിലും ഏട്ടത്തിക്ക് അത് മനസ്സിലായല്ലോ. ഗൗതം പറഞ്ഞതുപോലെ ഒരർത്ഥത്തില് ശിവാനി പാവ. അവളുടെ മനസ്സിലേക്ക് കുതന്ത്രങ്ങൾ മെനയാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്തത് ഇവളൊറ്റ ഒരുത്തിയാ. ആദ്യം തിരക്കഥ എഴുതി ഇവൾ ഇവിടുന്ന് ശിവാനിയെ പുറത്താക്കി. അത് കഴിഞ്ഞ് ഇവന്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യ എന്നും പറഞ്ഞ ഒരുത്തിയെ കൊണ്ടുവച്ചു കൊടുത്തു. ദാ ഇപ്പൊ അതും കഴിഞ്ഞ് ശിവാനിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? ഉത്തരം സിമ്പിൾ അല്ലേ? ഈ കുടുംബത്തില് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവരുത്. അത് മാത്രമാണ് ഇവളുടെ ലക്ഷ്യം. അതെ, ഇനി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കല്ലേ. നിങ്ങളൊന്നും ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ പ്രശ്നം ഇതൊന്നുമല്ല. ശിവാനി വിഷം കഴിച്ചിരിക്കുക. അവളുടെ ജീവൻ അപകടത്തിലുവാ. അതിനൊരു പരിഹാരമാണ് ഉണ്ടാവേണ്ടത്. ശിവാനി ആത്മഹത്യക്ക് ശ്രമിച്ചതിനെ പരിഹാരം ഉണ്ടാക്കലല്ല ഇവിടെയുള്ളവരുടെ പണി. അങ്ങനെ പറയല്ലേ പാർവതി അമ്മ. ഇപ്പോ ഇതെന്റെ മോളുടെ ജീവിതത്തിന്റെ പ്രശ്നം മാത്രമല്ല, ജീവന്റെ പ്രശ്നം കൂടിയാ. ദയവേത് അവളെ സ്വീകരിക്കണം. നോക്ക് രേണുകെ, മര്യാദയ്ക്ക് ഞാനൊരു കാര്യം പറയാം. ശിവാനി തന്നെ ഡിവോഴ്സ് ആവശ്യപ്പെട്ട് ഇങ്ങോട്ട് നോട്ടീസ് അയച്ചതല്ലേ. അപ്പൊ പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം? അതൊക്കെ അന്നത്തെ ഒരു എടുത്തുചാട്ടത്തിന് ചെയ്തു പോയതല്ലേ. ഇപ്പൊ അവള് ആളാകെ മാറി. ആകെ മനസ്താപത്തില എന്റെ മോള്. ദയവേത് നിങ്ങൾ എന്റെ മോളെ കൈവിടരുത്. കൈവിട്ട് കഴിഞ്ഞ അവള് പിന്നെ ജീവിച്ചിരിക്കില്ല. അതിന്റെ സൂചനയാ അവളിപ്പോ തന്നത്. മോനെ,